ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാജിക് മോർണിംഗ് ആണ്. ഡേ 11 ആണ്. ഇതുവരെ നിങ്ങൾ 10 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്ദി. നിങ്ങളുടെ ലൈഫിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഹീലിങ്സിനൊന്നും പേയ്മെൻറ്റ് ചെയ്യാൻ പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസസ് തന്നെ ചെയ്തു തുടങ്ങാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ ലൈഫ് ടൈമിൽ പ്രകൃതിയോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെയൊക്കെ കർമ്മ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തത്തിലൊക്കെ ഓരോരുത്തർ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. വെള്ളത്തിനെയും വായുവിനും ജലത്തിനൊക്കെ നന്ദി പറയുമ്പോൾ ആ ഒരു എനർജി അവിടെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് പറയുന്നത് മാജിക് മോർണിംഗ് ആണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാനും 3 ഡേയ്സ് ബാക്ക് ഒരു മന്ത്രാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടിട്ടേ ചെയ്യുന്ന ഒരു മന്ത്രയാണ്. എണീറ്റപ്പോൾ തന്നെ കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കരാഗ്രേ വസ്തേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ കൈ 2 റബ്ബ് ചെയ്തിട്ട് മുഖത്ത് വെക്കുന്നത്. ശരിക്കും നമ്മൾ രാവിലെ തന്നെ ദേവികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന മന്ത്രം ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ബെഡിൽ നിന്ന് കാല് വയ്ക്കുമ്പോൾ ഭൂമി ദേവീനെ വന്ദിക്കുന്ന ഒരു മന്ത്രം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാജിക് മോർണിംഗ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ് അവർ പറയുന്നത് അല്ലേ. താങ്ക് യു പറയുന്ന ഒരു രീതിയാണ്. നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഓരോ ഡിവൈനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ബെഡുണ്ട്, നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഉണ്ട്, കിടക്കാൻ കട്ടിലുണ്ട്, ഒരു വീടുണ്ട്, ഇതുപോലെ ഇല്ലാത്തവരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ നമ്മളതിനൊക്കെ നന്ദി പറ. താങ്ക് യു യൂണിവേഴ്സ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് തന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു ഇത് ഫീൽ ചെയ്ത് പറയാം. അതുപോലെ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ടാപ്പ് വെള്ളം അല്ലേ, ചില സ്ഥലത്തൊന്നും വെള്ളമില്ലാതെ മണിക്കൂറോളം നിന്നിട്ട് കൊണ്ടുവരേണ്ടവരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടാപ്പിൽ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നു, സമൃദ്ധി വെള്ളം വരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറയാം നിങ്ങൾ. ഇപ്പോൾ സൊമാലിയ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല. ഞാൻ ഉക്രൈനിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ വെള്ളം കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾക്കത് അറിയാത്തതാണ്. നമുക്കുള്ളത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമുക്കതൊക്കെ അതൊക്കെ നോർമൽ അല്ലേ എന്ന് എടുക്കും. പക്ഷേ നിങ്ങളതിനൊക്കെ നന്ദി പറയാം. അങ്ങനെ മാജിക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ താങ്ക് യു പറയേണ്ട ഓരോ കാര്യങ്ങൾക്ക് താങ്ക് യു പറയുക. അതുപോലെ ചിലവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നുണ്ടായിരിക്കും. നിങ്ങൾ അതിൽ ഗോൾ ലിസ്റ്റിൽ യൂണിവേഴ്സ് എനിക്ക് ഈ കോഴ്സ് ഇവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചത് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് പൈസ വരും പഠിക്കാനുള്ളത്. അങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ കാര്യം വർക്ക് ചെയ്യുക. എവിടുന്ന് ഏത് സമയം എന്നൊന്നും ചിന്തിക്കണം. കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞ പ്രാക്ടീസസ് ചെയ്യുക. അങ്ങനെ രാവിലെ തൊട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്. ഫുഡ് കഴിക്കുമ്പോൾ താങ്ക് യു പറയാം. പാരൻസിനോട് താങ്ക് യു പറയാം. കുക്ക് ചെയ്ത് തന്ന അമ്മയോടൊക്കെ താങ്ക് യു പറയാം. ഓരോ കാര്യത്തിനും താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ പോയി ഒന്ന് ഇരിക്കുന്നു, അപ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ട് അല്ലെങ്കിൽ ചെയർ ഉണ്ട്, അതിന് ഒരുപാട് നന്ദി, താങ്ക് യു. അത് പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു പറയാം. ചിലവർക്ക് ബെഡ് റെസ്റ്റിൽ മീൻസ് എന്താ പറയുക, ബെഡ് റിട്ടേണായിട്ട് കിടക്കുന്നവരുണ്ട്, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ നമുക്കത് എണീക്കാൻ സാധിക്കുന്നുണ്ട്. കാലുകളോട് ഒരുപാട് നന്ദി പറയാം. കാരണം അവരൊരുപാട് ആഗ്രഹിക്കുന്നത് നടക്കാനായിരിക്കും, പക്ഷേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് പറ്റാത്തവരുണ്ട്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ കിട്ടിയ ഓരോ കാര്യത്തിനും നന്ദി പറയുക. രാവിലെ കണ്ണു തുറക്കുന്നു, എത്ര പേര് മരണപ്പെട്ട് പോകുന്നുണ്ട് ഇന്നലെ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ണു തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി, താങ്ക് യു പറയാം. ഒരുപാട് താങ്ക് യു പറയാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മാജിക് പ്രാക്ടീസസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ കിട്ടിയ ഓരോ ബ്ലെസ്സിങ്സിനെ നമ്മൾ തിരിച്ചറിയുക, നന്ദി പറയുക. താങ്ക് യു എത്ര പറയാൻ പറ്റുമോ അത്രയും നിങ്ങൾ താങ്ക് യു പറയുക. അപ്പോൾ മാജിക് മോർണിംഗ് ആണ്. പറ്റുവാണെങ്കിൽ വാക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സൂര്യൻ ഉദിച്ചൊക്കെ വരുമ്പോൾ താങ്ക് യു പറയുക സൂര്യനോട്. ആ ഒരു സൺലൈറ്റ് നിങ്ങൾ കൊള്ളുക. ശരിക്കും വൈറ്റമിൻ ഡി ആണ്. താങ്ക് യു യൂണിവേഴ്സ്. ചിലർക്ക് കാഴ്ച ഇല്ലാത്തവരുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ടച്ച് അറിയുന്നുണ്ട്. എല്ലാം സെൻസസും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നന്ദി പറയാം. അതുപോലെ ഇല്ലാത്തവരുണ്ട്, കുട്ടികൾ പോലും സഫർ ചെയ്യുന്നവരുണ്ട്. മെഡിക്കലിലൊക്കെ മീൻസ് ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനോടും നന്ദി പറഞ്ഞ് എനിക്ക് മാജിക് മോർണിംഗ് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കാതെ തന്നെ ഈ പറഞ്ഞ പ്രാക്ടീസസ് ചെയ്യുക. താങ്ക് യു പറഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ്. ഈസി ആൻഡ് എഫേർട്ട്ലെസ് അതിൻ്റെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്ന ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് കൈ രണ്ടും മൂക്കിലേക്ക് നീട്ടി താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പ്രാക്ടീസൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുക. ഓരോ കാര്യത്തിൽ നിങ്ങൾ നന്ദി പറയുക. ഓക്കെ. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. മാജിക് ഡേ
മാജിക് മോർണിംഗ് ആണ്. അപ്പോൾ എന്നും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശീലമാക്കുക. ഈ ഒരു പ്രാക്ടീസസ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യല്ല. നിങ്ങൾ ഡെയിലി ഓരോ കാര്യം നന്ദി പറയുക. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്ത് പോവുക. ഓരോരുത്തരെ കാണുമ്പോൾ നന്ദി പറയുക. മാജിക് ഡസ്റ്റ് ഇട്ട് കൊടുക്കുക. അവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുക. വളരെ സഫറിങ്ങിലൂടെ പോകുന്ന അവരെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി അവരെ യൂണിവേഴ്സിറ്റിക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അവർക്കും മാജിക് ടെസ്റ്റ് ഇട്ട് കൊടുത്ത് ബ്ലെസ്സിങ്സ് കൊടുക്കുക. താങ്ക് യു പറയുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫുഡ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം വാങ്ങിക്കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ചാരിറ്റികളും കൂടെ ചെയ്യുക. അതുകൂടെ താങ്ക് യു നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങളുടേതായിട്ടുള്ള കുറേ ബ്ലോക്ക്സ് അല്ലെങ്കിൽ ട്രോമാസൊക്കെ റിലീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഭയങ്കര ഫ്രീ ആവുന്നത് കാണാം. സോ മാജിക് മോർണിംഗ് ആണ്. രാവിലെ എണീറ്റ ഉടനെ ഈ നൈറ്റ് വരെ എൻഡ് ആവുന്നത് വരെ നിങ്ങൾ മാജിക് പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് താങ്ക്സ് പറയുക. താങ്ക് യു പറയുന്ന കാര്യങ്ങൾ എത്രയും താങ്ക്സ് പറയാൻ സാധിക്കും അത്രയും താങ്ക്സ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നമ്മളുടെ സക്സസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഒരുപാട് ഉയരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്രയും താങ്ക് യു പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. സോ ഇതാണ് പ്രാക്ടീസസ് മാജിക് ഡേ 10. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസസ് ചെയ്യുക. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തായാലും 28 ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സ് വരും. നിങ്ങൾ ഇത് പ്രാക്ടീസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.